മലയാളികൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട നടിയാണ് ലിയോണ ലിഷോയ്. തൻ്റെ അസുഖത്തെക്കുറിച്ചും നിലവിലുള്ള സാഹചര്യത്തെക്കുറിച്ചുമെല്ലാം മനസ്സു തുറക്കുകയാണ് താരം. ഒരു അഭിമുഖത്തിലാണ് ലിയോണ മനസ്സു തുറന്നത്. സിനിമയിലുള്ള പലരും തങ്ങളുടെ നല്ല വശം മാത്രം ആളുകളെ കാണിക്കുകയും ബാക്കി ഒളിച്ചുവെക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അവിടെ നിന്നും എൻഡോമെട്രിയോസിസ് പോലുള്ള ഒരു അവസ്ഥാന്തരം തനിക്ക് വന്നിരിക്കുന്നുവെന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാൻ കാരണം എന്തായിരുന്നു എന്ന ചോദ്യത്തിനാണ് ലിയോണ മറുപടി നൽകിയത്. ഈ അസുഖം തികച്ചും വേദനാജനകമാണ്. ചില ദിവസങ്ങളിൽ എണീക്കുകയേ വേണ്ടെന്ന് തോന്നും. ലക്ഷങ്ങളിൽ ഒന്നാണെങ്കിലും ഒരേപോലെ വരുന്ന ലക്ഷണം. പീരിയഡ് സമയത്തുള്ള കഠിന വേദനയാണ്. അത് ചിലപ്പോൾ ഒരു വേദന സംഹാരി കഴിച്ചാൽ മാറുമെന്ന് ഇപ്പോഴും വിശ്വസിച്ചിരുന്ന ജനങ്ങൾക്കിടയിലേക്കാണ് തൻ്റെ പോസ്റ്റ് പ്രസക്തമാവുന്നത്. ജനങ്ങൾക്ക് ഒരു അറിവ് കൊടുക്കാൻ സാധിച്ചു എന്നതാണ് ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചതെന്ന് ലിയോണ പറയുന്നു. ഈ അസുഖം ഉണ്ടായിരുന്ന സമയത്ത് നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇന്ന് അതിനെ എങ്ങനെയാണ് അതിജീവിച്ചത് എന്ന ചോദ്യത്തിനും താരം മറുപടി നൽകുന്നുണ്ട്. 12th മാൻ്റെ സെറ്റിൽ താൻ ശാരീരികമായി ഒരുപാട് ലോ ആയിരുന്നു. അത്രയും അഭിനേതാക്കൾ ഒരുമിച്ച് കൂടുന്ന അവിടെ താൻ കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. അതിൻ്റെ സംവിധായകൻ ജീത്തു ജോസഫ് സാറാണ് തന്നെ അവിടെ നിന്നും നല്ലതിലേക്ക് നയിച്ചത്. ഹോർമോൺ ഗുളികകൾ നിർത്തി താൻ ഇപ്പോൾ ഭക്ഷണത്തിൽ നല്ലവിധം ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ അരിയാഹാരവും പച്ചക്കറികളും മാത്രമേ കഴിക്കാറുള്ളൂ. മധുരത്തോടിഷ്ടമുള്ള ഞാൻ ഇപ്പോൾ മധുരം പാടെ ഒഴിവാക്കി. അതോടെ തൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നുവെന്നും താരം പറയുന്നുണ്ട്. അടുത്തിടെ തന്നെ 2 വർഷത്തോളം വലച്ച രോഗത്തെക്കുറിച്ച് ലിയോണ പറഞ്ഞിരുന്നു. ആർത്തവവുമായി ബന്ധപ്പെട്ട് എൻഡോമെട്രിയോസിസ് എന്ന രോഗമായിരുന്നു ലിയോണയ്ക്ക്. ആർത്തവവേദനയെ നിസ്സാരവൽക്കരിക്കരുതെന്നും കഠിനമായ വേദന ഉള്ളവർ പരിശോധന നടത്തണമെന്നും സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെയാണ് നടി പറഞ്ഞത്. രോഗത്തിൽ നിന്ന് താൻ സുഖം പ്രാപിച്ച് വരികയാണെന്നും ലിയോണ പറഞ്ഞിരുന്നു. സിനിമ സീരിയൽ താരം ലിഷോയിയുടെ മകളാണ് ലിയോണ. പരസ്യങ്ങളിൽ മോഡലായാണ് കരിയർ ആരംഭിക്കുന്നത്. പിന്നീടാണ് സിനിമയിലേക്ക് എത്തുന്നത്. 2012 പുറത്തിറങ്ങിയ കലികാലം എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം. അതേ വർഷം തന്നെ ജവാൻ ഓഫ് വെള്ളിമല എന്ന ചിത്രത്തിലൂടെയാണ് ലിയോണ നായികയാകുന്നത്. മിഥുൻ മാനുവൽ തോമസ് രചനയും സംവിധാനവും നിർവഹിച്ച ആൻമരിയ കലിപ്പിലാണ് എന്ന ചിത്രത്തിലെ സാറ അർജുൻ്റെ അമ്മയുടെ വേഷമാണ് ലിയോണയുടെ കരിയറിൽ വഴിത്തിരിവായ വേഷം. ടോവിനോ തോമസ് നായകനായ മായാനദി എന്ന ചിത്രത്തിലെ ലിയോണയുടെ സമീറ എന്ന കഥാപാത്രവും വളരെയധികം അഭിനന്ദനം നേടിയിരുന്നു. പിന്നീട് ഇഷ്ക് എന്ന ചിത്രത്തിലൂടെയുള്ള വേഷവും ലിയോണയ്ക്ക് കയ്യടി നേടിക്കൊടുത്തു. ജിന്നാണ് ലിയോണയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. റാം, മുഖപടങ്ങൾ, കനകരാജ്യം തുടങ്ങിയ സിനിമകൾ അണിയറയിലുണ്ട്. വെബ് സീരീസും ഒരുങ്ങുന്നുണ്ട്.